ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ചെടിക്കുള്ള വിശേഷങ്ങളായിട്ട് വന്നിരിക്കുന്നത് ചെടിക്ക് എന്തെല്ലാം കാൽസ്യം, കീടനാശിനികൾ, അതേപോലെ പൂവും കായും കൂടുതൽ പിടിക്കാനുള്ള അതിൻ്റെ ടിപ്സുകളൊക്കെ പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് നമ്മൾ ചെടിയുമ്പോൾ പറഞ്ഞ വെള്ളീച്ചകൾ, അതായത് വെള്ളീച്ചകളും പ്രാണികളും വന്ന് നമ്മുടെ പൂവിനും മുട്ടിനും നശിപ്പിച്ച് കളയുന്നത്. അപ്പോൾ അതിനുള്ള കീടനാശിനിയാണിത്. നമ്മൾ അഗ്രികൾച്ചറിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ട് വറ്റിച്ചാണ് മണ്ണുത്തിന്ന്. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ 1 ലിറ്റർ വെള്ളത്തിൽ 10 മില്ലിന് ചേർക്കാൻ പറഞ്ഞാണ്. എന്നിട്ട് ചെടിയുടെ ഇലമയും തണ്ടുമ്മയും നമ്മൾ സ്പ്രേ ചെയ്യണം. അതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. കീടനാശിനി ഒഴിക്കുന്നത് 1 ലിറ്റർ വെള്ളം നമ്മൾ ഇതിൽ മിക്സ് ചെയ്യണം. സ്പ്രേ ചെയ്യാൻ പോണ്. എല്ലാവരും ഇതൊക്കെ പരീക്ഷിച്ച് ചെടീനെയൊക്കെ സംരക്ഷിച്ച് നോക്കുക. നല്ല രീതിയിൽ പൂവും കായും, അതേപോലെ ഒത്തിരി പൂവുകൾ കൊലകൊലയായിട്ട് ഉണ്ടാവുന്നത് എങ്ങനെയാണ്. ഞാൻ ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് ചെയ്യണോണ്ടാണ് നമ്മുടെ ചെടികൾക്കൊന്നും ദോഷമില്ലാണ്ട് പൂവുകളൊക്കെ ഒത്തിരി കിട്ടണം. ഇതൊക്കെ നിറയെ വെള്ളീച്ചകൾ വരും. അപ്പോൾ വെള്ളീച്ച വരുമ്പോൾ ഈ മുട്ടുകളിലൊക്കെ സ്ക്രാച്ച് പോലെയാവും. അപ്പോൾ നമ്മൾ അവരെ ഓടിപ്പിക്കണമെങ്കിൽ ഇതൊരു വഴി മാത്രമേ ഉള്ളൂ. ദേ വെള്ളീച്ച വന്ന് നിൽക്കണണ്ട, പറന്ന് വേണണ്ട, വെള്ള കളറിലുള്ളത് ദേ എന്താടാ, ഇതാണ് വെള്ളീച്ച. നിറയെ വെള്ളീച്ചകൾ വരും. ചെടിക്ക് പൂവും കായും ഒത്തിരി പിടിക്കാനുള്ള കാൽസ്യത്തിൻ്റെ മരുന്നാണ്. അത് നമുക്ക് ഇതേപോലെ തന്നെ 2 ലിറ്റർ വെള്ളത്തിൽ 30 മില്ലി ഒഴിച്ച് സ്പ്രേ ചെയ്യണം. അതിൻ്റെയാണിത്. കടയ്ക്ക ഇച്ചിരി നീക്കി വളം ഇടാനുള്ളതാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെയുള്ളതാണ് ചെടി ഒത്തിരി കായകൾ ഉണ്ടാവുന്നതാണ്. വളമാണിത്, വളം. എല്ലാവരും അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിടുക, ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.